ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായി ഡിസ്പ്ലേസ് കാണുന്നത്. ഈസ്റ്റർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സെയിൽസ്, ഡിസ്പ്ലേ സാരീസ് കാണിച്ചു, ടോപ്പ് മെറ്റീരിയൽസ് കാണിച്ചു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി, എന്തുകൊണ്ട് ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണിക്കാത്തേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അത് ഒരു ബോർഡർ ഡിസൈനാണ്. ബോർഡർ ഡിസൈനായിട്ട് യൂസ് ചെയ്യാം. അതല്ല ഈ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സിൻ്റെ ഔട്ട്ലൈൻ മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻസ്, പാറ്റേൺസ് ഉണ്ടാവത്തില്ല, ഉള്ളിൽ ഫില്ല് ചെയ്യാണ്ട് ഔട്ട്ലൈൻ മാത്രമായിട്ടുള്ള അങ്ങനത്തെ പാറ്റേൺസിലൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. അപ്പം അത് ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെ തന്നെ ഒരു നോട്ട്, ജർമ്മൻ നോട്ട് പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും നോട്ടും കൂടെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്, സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് നമ്മളിന്ന് കാണുന്നത്. അധികം ഡിഫിക്കൽട്ടൊന്നും അല്ല. ബിഗിനേഴ്സിനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിലുള്ള, എന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സ്റ്റിച്ചല്ല. 6 strands ഇട്ട് തയ്ച്ചാലായിരിക്കും ഈ ഒരു പാറ്റേൺ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, ഒരു എടുപ്പ് ഉണ്ടാവുള്ളൂ. 3 or 2 അതോ 4 ഇട്ട് തയ്ച്ചാലും ആ ഒരു എടുപ്പുണ്ടാവില്ല. 6 തന്നെ വേണം. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് തയ്ക്കണേ എന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് അമ്മൂസ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ആഴ്ചയിൽ 2 ദിവസമാണ് വീഡിയോ ഇടുന്നത്, ബുധനും ശനിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ പുതിയ പാറ്റേൺ തയ്ക്കേണ്ടത് എന്നുള്ളത് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്നത് ഒരു ബോർഡർ ഡിസൈനാണ്. ബോർഡറായിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ കുഞ്ഞ് മോട്ടീവ്സിൻ്റെയൊക്കെ ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. നമ്മൾ ജർമ്മൻ നോട്ട് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിൻ്റെ പോലെ ഏകദേശം അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് തയ്ച്ചു കഴിയുമ്പോൾ വരുന്നത്. ജർമ്മൻ നോട്ടാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു നോട്ട്, പിന്നെ സ്ട്രെയിറ്റ് നോട്ട് അങ്ങനെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഇവിടെയായിരിക്കും നോട്ട്, ഈ പുറത്തായിരിക്കും നോട്ട് വരുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് പോണത്. ഇതും ജർമ്മൻ നോട്ട് പോലെ തന്നെ ഇപ്പോൾ ബെഡ്ഷീറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ ബോർഡറിൽ കൂടെ, അല്ലെങ്കിൽ പില്ലോയുടെ ആണെങ്കിലും ബോർഡർ വൈസ് തയ്ക്കാൻ നല്ലത്. അതുപോലെ തന്നെ ഇപ്പം മോട്ടീവ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് വെറുതെ ഇത് തയ്ച്ചാൽ മതി, ഉള്ളിൽ ഫില്ല് ചെയ്യാണ്ട് ഔട്ട്ലൈനായിട്ട് കൊടുത്താൽ അതും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതും 6 strands ഇട്ടിട്ട് ഡബിൾ ഷെയ്ഡോ മൾട്ടി ഷെയ്ഡ് ത്രെഡൊക്കെ യൂസ് ചെയ്ത് തയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ഈ ഒരു സ്റ്റിച്ചിന് ഭംഗി കൂട്ടുന്നത്. സിംഗിൾ ഷെയ്ഡ് ഇട്ട് തയ്ച്ചാൽ ഭംഗിയില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ആ വർക്കിനൊരു ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യണം. ഞാനിവിടെ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുത്തിയെടുക്കുക. ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി, ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. ഇതുപോലെ എടുക്കുക. ഇതുപോലെ ത്രെഡ് നീഡിലിൻ്റെ താഴത്തെ കൂടെ വെച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ്. ഇതുപോലെ വലിച്ചെടുത്തിട്ട് ഇതിന് പാരലായിട്ട് തന്നെ, ഇതിനോട് പാരലായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇവിടെ, അപ്പോൾ ഇവിടെ ഇതിന് ഈക്വലായിട്ട് പാരലായിട്ട് ഇവിടെ എടുക്കുക. കുറച്ച് ഡിസ്റ്റൻസ് എടുക്കാമുള്ളൂ, ഒത്തിരി എടുക്കരുത്. ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ ട്വിസ്റ്റർ ചെയിനാണ് ചെയ്യുന്നത്. നീഡലിൻ്റെ മേളിൽ കൂടെയും താഴത്തേക്കൂടെയും കൂടെ ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ എടുക്കുക. ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ട്വിസ്റ്റർ ചെയിൻ അവിടെ ചെയ്തു. അത് നല്ല ടൈറ്റായിട്ട് വലിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡ്, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ത്രെഡ് ഇങ്ങനെ നീണ്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ ഈ ഒരു ത്രെഡ് ഇതിൻ്റെ താഴത്തേക്കൂടെ വീണ്ടും നീഡിൽ പാസ് ചെയ്യാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു നോട്ടായി, ഇതൊരു നോട്ടായി. അത് കഴിഞ്ഞിട്ട് ഈ കുത്തിയ പോയിന്റിൽ നിന്ന് തന്നെ വീണ്ടും നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത് ഫ്രണ്ടിലോട്ട്. അത് നമ്മുടെ ഡിസ്റ്റൻസ് എന്തോരം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ ഫ്രണ്ടിലോട്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ് ഇതുപോലെ. എന്നിട്ട് ചെയിൻ സ്റ്റിച്ചാണല്ലോ, അപ്പം താഴത്തേക്കൂടെ നോർമൽ ചെയിൻ സ്റ്റിച്ച് താഴത്തേക്കൂടെ, നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്യുക. കണ്ട, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച്. ഇതിൻ്റെ പാരലായിട്ട് ഇവിടെ നീഡിലെടുക്കുക, താത്തുക, എന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് ട്വിസ്റ്റർ ചെയിൻ ചെയ്യുക ഇതുമാതിരി. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുത്തോളൂ. വലിച്ചിട്ട്
ഈ ത്രെഡിൻ്റെ ഈ ഗ്യാപ്പിലത്തെ ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു നോട്ടായി. ഇനി ചെയിൻ ചെയ്യുക. ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്തോട്ട് വരുന്നത് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് പിന്നെ ത്രെഡ് താഴത്തേക്കൂടെ നീഡിൽ താഴത്തേക്കൂടെ ഇതുപോലെ വയ്ക്കുക. നമ്മൾ ഈ ഒരു പാറ്റേൺ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. ഇതുപോലത്തെ വേറെ മൾട്ടി കളർ ഷീറ്റ്സ് അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ചെയ്തിട്ട് സാരിയുടെ ഫുൾ ബോർഡർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ കോർണേഴ്സ് ഒക്കെ ഇതുപോലെ ഡിസൈൻ തയ്ച്ച് ഓരോരോ ഇങ്ങനത്തെ പാറ്റേൺസ് വേവി ആയിട്ടുള്ള പാറ്റേൺസോ അങ്ങനത്തെ വല്ല പാറ്റേൺസ് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ എടുത്ത് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കളേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കൂടെ ഈ ഒരു ചെയിൻ്റെ ഇടയിൽ കൂടെ ഒരു നോട്ടും കൂടെ വരുമ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതിന് പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ അതും ബാക്ക് സൈഡ് കാണാനും നല്ലതാണ്. ഒരു ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ വൃത്തിക്ക് ഒരു ചെയിൻ വരും, സ്റ്റിച്ച് വരും. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് സ്റ്റിച്ച് പോലെ പൊട്ട് പോലെ വേറൊരു ഡിസൈനും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. അകവും പുറവും കാണാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതല്ലാണ്ട് വേറെ മറ്റ് പുതിയ സ്റ്റിച്ചസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.